your permission, sir. Good evening, everybody. Today, I think it's a very joyful occasion. എല്ലാവർക്കും ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഒക്കേഷനാണ്. എന്താണെന്ന് ചോദിച്ചാൽ I think someone who is very beloved, who is very close to our heart, he has come out with his dream come true, an inauguration function for his book. So we have all gathered here to encourage a budding writer. So before even we begin with everything, let me welcome Randa Nalla Omana Kuttala for the prayer song, because everything should begin with God's blessing. I request all of you to kindly please stand for the prayer song. Thank you. ദേവമേ കൈതോഴാങ്കൽ കുമാരായണം പാവമാമെന്നെ നീ കാക്കുമാറായണം എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറായണം നിന്നെ ഞാനെന്നുമേ കാണുമാറായണം നിർവാണിക്കെന്നെ നീ കൊണ്ടുപോയിടേണം നിർവാളും സങ്കടം ഭസ്മമാക്കിടേണം ദുഷ്ട സംസർഗം വരാതെയാക്കിടേണം ശിഷ്ടരായുള്ളവർ തോഴയായിടേണം നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകേണം നല്ല വാക്കൊതുവാൻ പ്രാണിയുണ്ടാകേണം കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകേണം സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകേണം ദേവമേ കൈതോഴാൻ കുമാറായണം പാവമാമെന്നെ നീ കുമാറായണം. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ബിജു രവീന്ദ്രൻ എന്ന മറൈൻ എഞ്ചിനീയറുടെ ഓർമ്മക്കുറിപ്പുകൾ സാഗരങ്ങൾ സാക്ഷി ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അനന്തപത്മനാഭൻ സാറാണ്. അദ്ദേഹത്തിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. നമ്മുടെ മനുഷ്യ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന രീതിയിൽ വരികളിലൂടെ മാജിക് സൃഷ്ടിക്കുന്ന ഒരു വ്യക്തി. നിങ്ങൾക്കറിയാം, ജിയോ ഹോട്ട്സ്റ്റാറിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. DC ബുക്സ് പബ്ലിഷ് ചെയ്ത മകന്റെ ഓർമ്മകൾ എന്നൊരു സ്മരണിക അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. കൂടാതെ ഇനിയും നഷ്ടപ്പെടാത്തവർ എന്നൊരു ചെറുകഥാ സമാഹാരം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ പ്രതിഭ തെളിയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് 3 തവണ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും അഭിമാനത്തോടു കൂടി നമ്മൾ മലയാളി എന്ന നിലയിൽ ഓർമ്മിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ പത്മനാഭൻ സാറിന്റെ മകനാണ് അദ്ദേഹം. ഓഗസ്റ്റ് ക്ലബ്ബ്, അതേമാതിരി കാറ്റ് എന്നീ 2 സിനിമകളുടെ തിരക്കഥാകൃത്താണ്. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചു. അടുത്തതായി ഡോക്ടർ ഭാസ്കർ രംഗനാഥൻ സാറിന് ലിസി ഹോസ്പിറ്റൽ കാർഡിയോ സർജൻ ആണ്. With a lot of respect, I please invite you to the dais. മൂന്നാമതായി എൻ്റെ അച്ഛന് Mr. MGS Nair, senior most person of our colossal family. With a lot of respect, please, I invite my father to the dais. Writing a book is a big dream.
And Mr. Biju Ravindran is someone who has made that dream come true with his very first book being selected as the bestseller book, Steel Ships, Iron Will. Let me clap for it. This book is not just a collection of pages, it carries the author's thoughts, emotions, and life experiences. More importantly, this marks the beginning of the journey as a writer. And today it is our privilege to come together to support and encourage this new chapter in his life. It's my privilege to welcome Mr. Biju Ravindran to the stage. ശ്രീ അനന്തപത്മനാഭൻ സാറിനോടുള്ള സ്നേഹബഹുമാനാർത്ഥം അദ്ദേഹത്തെ പൊന്നാട അണിയിക്കാനായി ബിജു ചേട്ടൻ ക്ഷണിച്ചുകൊള്ളുന്നു. സാറുടെ 2 വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് സർ. പ്ലീസ്. No, so we are waiting for you first. And then... Good evening to this August gathering. ശ്രീ ബിജു എനിക്ക് കുറച്ച് കാലമേ ആയുള്ളൂ അദ്ദേഹമായിട്ട് നല്ല അടുപ്പമായിട്ട്. എൻ്റെ ദീർഘകാല സുഹൃത്തായ വിനോദ് കോശി അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. സുഹൃത്ത് മാത്രമല്ല, അദ്ദേഹം കോളേജിൽ ഒരുമിച്ചുണ്ടായിരുന്നു, കോളേജിലും സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. അവരെ ഒരുമിച്ച് പഠിച്ചതാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പരിചയപ്പെടുന്നത്. പക്ഷെ ഒരിക്കലും ഞാൻ അദ്ദേഹം ഒരു എഴുത്തുകാരനാണെന്ന് അറിഞ്ഞതേയില്ല. കാരണം വിനോദ് അങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ അല്ല മർച്ചന്റ് നേവി എനിക്ക് താല്പര്യമുള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയ കാര്യം ഞാൻ അറിയുന്നത്. വാസ്തവത്തിൽ ഈ കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സാഹിത്യം വളരെ കുറവാണ് എന്ന് പറയാം. ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രമൈറ്റ്സ് ആണ്, നമ്മളൊക്കെ ട്രിവാൻഡ്രമൈറ്റ്സ് ആണ് ശരിക്കും. ഞങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ, ഞങ്ങൾക്ക് മാത്രമല്ല ഒരുപക്ഷെ ബാലസാഹിത്യം വായിച്ചിട്ടുള്ള ഒരു തലമുറയ്ക്ക് അറിയുന്ന മാലി എന്ന വി മാധവൻ, അദ്ദേഹത്തിന്റെ സന്ദർഭവശാൽ ഇന്ന് അദ്ദേഹത്തിന്റെ 31ാം ചരമവാർഷികമാണ്, ജൂൺ 2. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചെറുകഥയുണ്ട്, ഉണ്ണികളെ ഒരു കഥ പറയുക എന്ന് പറയുന്ന സമാഹാരത്തിലാണെന്ന് തോന്നുന്നു. കടലിനടി എന്നായിരുന്നു ആ ചെറുകഥയുടെ പേര്. എന്റെ ഒരു ശൈശവ കൗതുകങ്ങളിലൊന്ന് അത് വായിക്കുകയായിരുന്നു. ഒരു തിമിംഗലത്തിന്റെ ഉള്ളിൽ പെട്ടുപോകുന്ന ഒരു കുട്ടി കടലിനടിയിൽ കാണുന്ന കാഴ്ചകൾ, അതിന്റെ വളരെ വിവിഡായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ്, അതാണ് ശരിക്കും കടൽ എന്ന് പറയുന്ന വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ഒരു അനുഭവ തലം എനിക്ക് മുന്നിൽ തുറന്നിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ തീർച്ചയായിട്ടും മറ്റ് ചില പുസ്തകങ്ങൾ, ഇപ്പം ഹെർമൻ മെൽവിലിന്റെ മോബി ഡിക്ക്, റോബിൻസൺ ക്രൂസോ, ഡാനിയൽ ഡെഫോയുടെ, കുറച്ചുകൂടി മുതിർന്നതിന് ശേഷം കടലിനെ പറ്റി കുറച്ചുകൂടി ഗംഭീരമായ ചില പുസ്തകങ്ങൾ വായിക്കാൻ തന്നെ ഇടയായി. ഒന്ന് എന്റെ ഓർമ്മയിൽ ഓൾഡ് മാൻ ഇൻ ദ സീ തന്നെയാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ഇൻ ദ സീ, സാന്റിയാഗോ എന്ന് പറയുന്ന എന്താണ് ഒരു വൃദ്ധനായ മുക്കുവൻ, അദ്ദേഹവും അല്ല മർലിൻ തിമിംഗലവുമായിട്ടുള്ള ഏറ്റുമുട്ടലും ഒക്കെ ഞാൻ പഠിച്ചതാണ്, ഞാൻ കോളേജിൽ പഠിച്ചതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും വായനയിൽ എന്നെ ഏറ്റവും കടലിന്റെ ഒരു തുറവി ശരിക്കും നമുക്ക് മുന്നിൽ വാങ്മയമായി തുറന്നു കിട്ടിയത് സ്റ്റീഫൻ ക്രെയിന്റെ ദ ഓപ്പൺ ബോട്ട് എന്ന് പറയുന്നൊരു, അത് ശരിക്കും ഒരു ലേഖനമാണോ അതോ ഒരു കഥാരൂപമാണോ എന്ന് പറയാൻ വയ്യ. ഇത് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു റിപ്പോർട്ടാഷ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു അതിഗംഭീരമായ റൈറ്റിംഗ് ആണ് അത്. പിന്നീട് അത് എഴുതിയ കാലത്ത് പിന്നീട് അത് അന്ന് ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് പലരും അതിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് നഥാനിയൽ ഹോത്തോൺ എന്നൊക്കെയാണെന്ന് തോന്നുന്നു ആ ഓപ്പൺ ബോട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ക്യൂബയിലേക്ക് പോകുന്ന വഴി സംഭവിച്ച ഒരു കപ്പൽ ഛേദവും ആ കൂട്ടത്തിലുള്ള ഒരാൾ മരിച്ചു പോകുന്നതൊക്കെയാണ്. അതിമനോഹരമായ ഭാഷയും ഞാൻ പറഞ്ഞ പോലെ ഈ സാഗര വാങ്മയങ്ങളാണ്. ഈ കടലിന്റെ പലതരത്തിലുള്ള വിവരണങ്ങളിലുള്ള അതിഗംഭീരമായ ക്ലാസിക്കൽ ഇംഗ്ലീഷിലുള്ള മനോഹരമായ അമേരിക്കൻ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും സ്റ്റീഫൻ ക്രെയിൻ
അമേരിക്കൻ ലിറ്ററേച്ചറിന്റെ ഒരു അധികായനായിരുന്നു. പിന്നീട് വരുന്നത് വർഷങ്ങൾക്ക് ശേഷം വായിച്ച ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്‌റെക്ക്ഡ് സീലർ എന്ന് പറയുന്ന ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിന്റെ അതും ഒരു റിപ്പോർട്ടാണ്. അത് ശരിക്കും അദ്ദേഹത്തിന്റെ പേരിലല്ല 1970 വരെ അറിയപ്പെടുന്നത്. അദ്ദേഹം ശരിക്കും റിപ്പോർട്ട് ചെയ്തതാണ്. എനിക്കൊന്ന് അച്ഛന്റെ ആ പുസ്തകത്തിനെ പറ്റി അച്ഛന്റെ മൂന്നാം പക്കം എന്ന് പറയുന്ന സിനിമയിൽ തിലകൻ പറയുന്നുണ്ട്. അതായത് 10 ദിവസം നടന്ന സംഭവമാണ്. ഒരു കപ്പൽ തകർന്നു, 10 ദിവസം ഒരു പ്ലാങ്കിൽ സർവൈവ് ചെയ്ത ഒരാളെ പറ്റിയാണ്. വെലാസ്കോ ആണ് അയാളുടെ പേര്, വെലാസ്കോ ഞാൻ ഓർക്കുന്നു. പക്ഷെ 70 കഴിഞ്ഞപ്പോഴത്തേക്കും ബൈ ദാറ്റ് ടൈം മാർക്കേഴ്സ് ഒരു വലിയ ഫിഗറായി. പബ്ലിഷേഴ്സ് അത് സീരിയലൈസ് ചെയ്തു. എൽ എക്സ്പെക്ടഡ് ഓറിലോ മറ്റാണെന്ന് തോന്നുന്നു, സ്പാനിഷ് ഏതിലോ ആണ് അത് എഴുതിയിരുന്നത്. 15 അധ്യായങ്ങളോ മറ്റോ ആയിരുന്നു അത്. അത് പിന്നീട് പുസ്തകമായി. പക്ഷെ അദ്ദേഹം ഒരു വേറൊരു കാര്യം ചെയ്തു. അതിന്റെ സ്പാനിഷ് കോപ്പിറൈറ്റ്സ് മുഴുവൻ വെലാസ്കോയ്ക്ക് കൊടുക്കുകയുണ്ടായി. അത് അദ്ദേഹത്തിന് വേണ്ട എന്ന് പറഞ്ഞ് കൊടുക്കുകയുണ്ടായി. അപ്പൊ ഇത്തരം കടലനുഭവങ്ങളാണ് എന്റെ വായനയിൽ പതിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും മലയാളത്തിന് പറയാൻ ഒരു ചെമ്മീൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അതും കടലിനെ പറ്റി എന്നുള്ളതിനേക്കാൾ കടലിനെ ഉപജീവിക്കുന്നവർ, കടലുകൊണ്ട് സ്വന്തം ഉപജീവനം നടത്തുന്നവരുടെ കഥയാണ്. ശരിക്കും കടലിനെ പറ്റി നല്ലൊരു മെറ്റീരിയലിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അത് കൃത്യമായിട്ടും അത് അന്ന് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ കുറെ സംസാരിച്ചു. പക്ഷെ അത് കുറച്ചുകൂടി സഹായകമായി ശ്രീ ബിജുവിന്റെ ഈ പുസ്തക രൂപത്തിൽ വായിക്കുവാനാണ് വന്നപ്പോൾ. ബിജു ഇതിനെ സമീപിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരിക്കലും ഒട്ടും ഡൈഡാക്റ്റിക് അല്ല, വളരെ ലിറിക്കലായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്ന ഒരു ഭാഷ എന്നൊക്കെ പറയുന്നത് ഈ സമീപകാലത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിനും ഭാഷയല്ല. കതിരവന്റെ കിരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴയ സ്റ്റൈലാണ്. പക്ഷെ അത് ഇപ്പൊ വായിക്കുമ്പോൾ ഒരു രസമാണ്, അതിന്റെ ഒരു ഭംഗിയുണ്ട് ഇതൊക്കെ വായിക്കാൻ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ആരും പ്രയോഗിച്ച് കാണാത്ത ചില പഴയ പ്രയോഗങ്ങളാണ് ഇതിന്റെ അകത്ത്. വളരെ വളരെ പാരായണക്ഷമതയും വിവരണ ഭംഗിയുമുള്ള എഴുത്താണ് ബിജുവിന്റെ. അതുകൊണ്ട് തന്നെ ബിജു ഈ രംഗത്ത് ഇനിയും തുടരണം, ഇനിയും സാധിക്കും. ഞാൻ എപ്പോഴും പലരോടും പറയുന്ന കാര്യമാണ്, ഒരിക്കലും ഒരു ആഴക്കടലിന്റെ ആഴം നിങ്ങൾ എടുത്തോളൂ, പക്ഷെ ഉൾക്കടലിന്റെ അങ്ങോട്ട് പോയി സ്റ്റാൻഡ് സ്റ്റിൽ ആവരുത്. നിങ്ങളെപ്പോഴും തിരയടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ആദ്യം കാണുന്ന ഒരു കടലുണ്ട്, നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്ന കടൽ, മുൻകടൽ എന്ന് പറയുന്നത്. ആ മുൻകടലായി ബിജുവിനെ വർത്തിക്കാൻ സാധിക്കട്ടെ. ഇനിയും തിരമാലകൾ പോലെ പല അനുഭവങ്ങളും അദ്ദേഹം മറ്റൊരു പുസ്തകത്തിന്റെ പടിപ്പുരയിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് അദ്ദേഹത്തിന് എഴുതുവാൻ സാധിക്കട്ടെ. ഇതൊക്കെ വായിക്കുവാൻ നല്ല സുഖമുള്ളത് കൊണ്ട് തന്നെ ഏത് സബ്ജക്റ്റ് ആയാലും നമുക്കത് വായിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ MSc ഫിസിക്സിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. അതില് KN എഴുത്തച്ഛനോട്ടാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അദ്ദേഹത്തിന് 21-ാം വയസ്സിൽ ആ റെക്കോർഡാരും ബ്രേക്ക് ചെയ്തിട്ടില്ല, ഏറ്റവും നല്ല നോവലിസ്റ്റിനുള്ള സാഹിത്യ അക്കാദമി അവാർഡ്. അതിന് നിഴൽപ്പാടുകൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് കിട്ടുന്നത്. അപ്പൊ അതിന് എഴുത്തച്ഛൻ പറയുന്നത് നല്ല ഭാഷയിൽ എഴുതാൻ അറിയാം ഈ ചെറുപ്പക്കാരന് എന്നാണ്. ഞാൻ അത് കടമെടുത്തുകൊണ്ട് പറയുന്നു, നല്ല ഭാഷയിൽ ഈ ചെറുപ്പക്കാരൻ എന്ന് ഇപ്പോഴും വളരെ ചെറുപ്പമാണ്, എന്നെക്കാളൊക്കെ ചെറുപ്പം, ഞങ്ങളെക്കാളൊക്കെ സീനിയറാണെങ്കിൽ. അപ്പൊ അത് ഇനിയും സാധിക്കട്ടെ, സാധിക്കുമെന്ന് ഉറപ്പാണ്. അത് തന്നെ ആ ഒരു ഇച്ഛാശക്തിയുണ്ട്, അതിനുള്ള ഒരു ഒരു ചാർജ് ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ലൈവ് വയറാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഇനി നടക്കട്ടെ, തുടർന്നും തിരകൾ വരട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സർ. ഇനി നമ്മുടെ ബുക്ക് റിലീസിന്റെ ടൈമാണ്. So let me invite the author himself to kindly unveil the book and hand over to the renowned personalities.
definitely it is a very proud moment for all of us. Sagarangal Sakshi, author's dream. Namukku ini kekam. Let us invite Mr. Viju Ravindran to express his views and dreams to us. Thank you, Sui. എഴുതുന്ന എളുപ്പമാണ്, സംസാരിക്കുന്നത് കുറച്ച് പാടാണ്. എനിക്ക് എഴുതുന്നതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ലല്ലോ. അപ്പോൾ ചില സമയത്തൊക്കെ 3 മണിക്കൊക്കെ ഇരുന്ന് എഴുതാറുണ്ട്. ഞാനൊരു പ്രസംഗത്തിന് പ്രിപ്പയർഡ് ആയിട്ടല്ല, വേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. കാര്യം ഇത്രയും മനോഹരമായി സംസാരിക്കുന്ന ഒരു അതിഥി നമുക്കുള്ളപ്പോൾ ഞാൻ വെറുതെ സംസാരിച്ച് അത് മോശമാക്കണ്ട എന്നാണ്. പിന്നെ എഴുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ആദ്യത്തെ കൃതിയാണ്. അത് പുസ്തക രൂപത്തിലാക്കണം എന്ന് വലിയൊരു മോഹമായിരുന്നു. കാര്യം എല്ലാവർക്കും ഡ്രീംസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അപ്പം ചെറുപ്രായത്തിലെ ഈ ഡ്രീമിങ് ഒരു എന്താ പറയാ ഒരു ശീലമായിരുന്നു. അത് 5ാം ക്ലാസ് തൊട്ട് തുടങ്ങിയ ഡ്രീമിംഗ് ആണ്. അപ്പോൾ 5ൽ തന്നെ ഡ്രീം ചെയ്യുന്നത് ഫ്ലൈ ചെയ്യണമെന്നായിരുന്നു. പക്ഷെ അവസാനം ഫ്ലൈ ചെയ്ത് എത്തിയത് കടലിലാണെന്നേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം NCCയിൽ പോവുകയും NCCയിൽ തന്നെ എയർവിങ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോകുന്നൊരു സംഭവമായിരുന്നു അന്ന് ട്രിവാൻഡ്രത്ത്. എവിടെയാണെന്ന് പോലും പലർക്കും അറിയില്ല. പക്ഷെ NCC ആർമി വിങ് വാസ് വെരി ആക്റ്റീവ്, അതെല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ അത് തപ്പിപ്പിടിച്ച് ആ ഒരു പെർട്ടിക്കുലർ സ്കൂൾ ഗ്രൗണ്ടിൽ പോയി അവിടെ പോയി നിന്ന് അങ്ങനെ ഒരു 8ാം ക്ലാസ്സിൽ അതിൽ കയറി പറ്റി. പിന്നെ അത് കഴിഞ്ഞ് എറോ മോഡലിംഗ് അങ്ങനെയുള്ള പല കാര്യങ്ങളിലൊക്കെ പോയി. അങ്ങനെ ഒരു പൈലറ്റ് ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പോ അത് സാധിച്ചില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവസാനം 12th എനിക്ക് ഒരു ടെസ്റ്റ് എഴുതണമായിരുന്നു. ആ ടെസ്റ്റ് PABT എന്ന് പറയും, പവർ അക്കമ്പനീഡ് ബാറ്ററി ടെസ്റ്റ് എന്നോണം തോന്നുന്നു. അത് എഴുതിയാൽ നമുക്ക് ശംഖുമുഖത്തുള്ള നമ്മുടെ എയർപോർട്ടിൽ പോയിട്ട് നമുക്ക് ഒരു ചെറിയൊരു വിമാനം ഉണ്ടായിരുന്നു അവിടെ, ഒരു മഞ്ഞ കളറുള്ള. ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ പുഷ്പക് അത് കാണാനും നമ്മളൊക്കെ പോവായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഓൾ സയൻസ് കോളേജിലൂടെ നിന്ന് അത് കാണാം അപ്പുറം. അതെ, അപ്പൊ അങ്ങനെ അവിടെ പോവായിരുന്നു, സൈക്കിളിൽ പോയി വിമാനം കാണാൻ പോകും. അങ്ങനെ അവിടെ പോയി ഈ ടെസ്റ്റ് എഴുതി ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ആ ടെസ്റ്റ് കിട്ടി. അപ്പോ അത് കഴിഞ്ഞ് അതൊരു എനിക്ക് തോന്നുന്നു 11th എന്തോണം. പിന്നെ കുറെ നാൾ എടുത്തു അതിന്റെ ഒരു ഇതൊക്കെ വരാനായിട്ട്. അപ്പൊ ഞാൻ എഞ്ചിനീയറിംഗിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് എഞ്ചിനീയറിംഗ് കിട്ടിയില്ല. അപ്പോഴാണ് സെക്കൻഡ് ടൈം എഴുതി കിട്ടി. എനിക്ക് പാലക്കാടാണ് കിട്ടി. അങ്ങനെ പാലക്കാടോട്ട് പോയ സമയത്ത് ഈ PABT റിസൾട്ട് ഒരു ആഫ്റ്റർ 2 years ദിസ് റിസൾട്ട് കെയിം. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ആർക്കൈക്ക് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ആ പേപ്പർ കണ്ടാൽ പോലും വായിച്ചാൽ പോലും നമുക്ക് മനസ്സിലാകത്തില്ല ഇത് എന്താണ്. അങ്ങനെയാണ് ആ കേന്ദ്ര ഗവൺമെന്റ് ഒരു കത്താണ്. ആ കത്തിങ്ങനെ വന്നു, ഇങ്ങനെ ഇയാളെ സെലക്ട് ചെയ്തു. അപ്പൊ പിന്നെ ഒരു 150 hours ഓഫ് ഫ്ലൈയിങ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ വന്നു. അപ്പൊ എന്റെ മദറിന് അത് മനസ്സിലായില്ല. മദറും ഫാദറും അത് നോക്കിയിട്ട് പിന്നെ ആരുടെ കൊണ്ട് കാണിച്ചപ്പോ പറഞ്ഞു ഇത് ഫ്ലൈയിങ്ങിന്റെ. അപ്പൊ അമ്മ പറഞ്ഞു നോ, ഇവൻ ഫ്ലൈ ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അത് പോയി. അപ്പൊ അവരെന്നെ അറിയിച്ചില്ല. അപ്പൊ ഞാൻ പാലക്കാട് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞ് തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്നു. മെക്കാനിക്കലായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ തൃശ്ശൂരോട്ട് പോകുന്നത്. ആദ്യ ജോലി അവിടെ വെച്ചാണ് ഞാനൊരു സൈജു മുഹമ്മദിനെ പരിചയപ്പെടുന്നത്. അപ്പം ഈ സൈജു ഞാൻ വന്നൊരു 3 മാസം കഴിയുമ്പോൾ തന്നെ സൈജു റിസൈൻ ചെയ്തെന്ന് പോയി, എവിടെയോ ഡിസപ്പിയർ ചെയ്തു. വളരെ ആക്റ്റീവായിട്ടുള്ള നല്ല ആചാനുഭാഗമായിട്ടുള്ള ഒരാളാണ്. ഒരു 3 മാസം കഴിയുമ്പോൾ സൈജു വീണ്ടും അപ്പിയർ ചെയ്തു. എന്നിട്ട് പറഞ്ഞ് ഞാൻ റിസൈൻ ചെയ്യാൻ വന്നതാണ്, എന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നതാണ്. പിന്നെ ഞാൻ സൈജു എവിടെയായിരുന്നു? അത് ഞാൻ ഡൽഹിയിലായിരുന്നു. എന്തായിരുന്നു? അതൊരു മർച്ചന്റ് നേവി കോഴ്സ്. അപ്പൊ ഞാൻ എന്താണ് അത് ലോകം മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ എനിക്ക് മർച്ചന്റ് നേവിയെ കുറിച്ച് ഒന്നും അറിയില്ല. ആരും എന്റെ കോളേജിൽ നിന്ന് മർച്ചന്റ് നേവി പോയവരെ കുറിച്ചൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോഴാണ് ഇയാൾ പറയുന്നത് മർച്ചന്റ് നേവി പോയി കഴിഞ്ഞാൽ ലോകം മൊത്തം കാണാം. അപ്പോ ഞാൻ വിചാരിച്ചു അത് കൊള്ളാലോ, ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെയൊക്കെ മെച്ചറായല്ലോ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് മർച്ചന്റ് നേവിയിൽ പോയാലോ എന്ന് പറഞ്ഞ് സൈജുവിന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഡൽഹിക്ക് പോയി ഒരു 3 മാസത്തെ കോഴ്സ് ചെയ്ത് ഷിപ്പിൽ പോകുന്നത്. അപ്പോഴും വില്ലനായിട്ട് അവതരിച്ചത് എന്റെ അമ്മയാണ്. അമ്മ വാസ് ഡെഡ് അഗേൻസ്റ്റ്. അമ്മ പറഞ്ഞു യാതൊരു കാരണവശാലും നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞു. അവസാനം സമ്മതിച്ചു, അച്ഛൻ സമ്മതിച്ചു. അന്നൊക്കെ ഒരു 50,000 rupees എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ വെരി ബിഗ് എമൗണ്ട്. കാര്യം ഒന്ന് ആലോചിക്കണം, 93ലാണ്. 93 50,000 ഈസ് 5 lakhs നൗ, മേ ബി മോർ. അവസാനം സമ്മതിച്ചു. ഞാൻ അവിടെ പോയി.
അവിടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ആദ്യത്തെ ഷോട്ടിൽ തന്നെ എന്താണെന്നറിയില്ല, അവിടെയും ടെസ്റ്റിനെല്ലാം പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത് ഒരു ദൈവാനുഗ്രഹമായി. അങ്ങനെ ആദ്യത്തെ ഷിപ്പിൽ പോയി. അപ്പോഴും ഷിപ്പിനെ കുറിച്ച് അറിയില്ല. അന്നും നമ്മൾ വിചാരിക്കുന്നത് ഷിപ്പിൽ പോയാൽ ലോകം മൊത്തം കാണാം, നമുക്ക് ഒരുപാട് സീനറീസും മറ്റു പല കാര്യങ്ങളും സിറ്റീസും ഒക്കെ കാണാമെന്നാണ് എന്റെ വിചാരം. പക്ഷേ പിന്നെയാണ് മനസ്സിലാവുന്നത് ആദ്യത്തെ ഷിപ്പ് തന്നെ ഒരു ഭയങ്കര പഴയ ഷിപ്പും വളരെ പരിതാപകരമായ കണ്ടീഷനുള്ള ഒരു ഷിപ്പിലോട്ടാണ് എനിക്ക് കിട്ടുന്നത്. കരയുകയായിരുന്നു സത്യം പറഞ്ഞാൽ. ഓരോ ദിവസങ്ങളും തള്ളി നീക്കുകയായിരുന്നു. കാര്യം ചെന്നൊരാഴ്ച കഴിയുമ്പോൾ തന്നെ സൂയിസൈഡൽ ടെൻഡൻസി വരെ വരുന്ന ടൈപ്പ് ഓഫ് അനുഭവങ്ങളാണ് എനിക്ക് ആദ്യത്തെ എന്റെ നെപ്റ്റ്യൂൺ ഡൊറാഡോ എന്ന ഷിപ്പിൽ ഉണ്ടായത്. കൂടാതെ ആളുകൾക്ക് എല്ലാം പരിക്കരും പച്ചയുമായ മനുഷ്യരായിരുന്നു. എല്ലാം ഓപ്പണായിട്ട് പറയുക, എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായമുണ്ടെങ്കിലും അവർ പച്ചയായിട്ട് അവർ എക്സ്പെക്ടേഷൻസ് വെർ വെരി ഹൈ. ഇപ്പൊ ചീഫ് എഞ്ചിനീയർ ആണെങ്കിലും സെക്കൻഡ് എഞ്ചിനീയർ ആണെങ്കിലും ഗാർഡിനെ നീ അത് പോയി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിട്ട് പറഞ്ഞു. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സമീപനം വളരെ മോശമാണ്. പിന്നെ അവർ നമ്മളെ അടുപ്പിക്കത്തില്ല. അപ്പൊ നമ്മൾ പറയുന്നില്ല, നമ്മുടെ തറ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ചത്ത് കിടന്ന് പണിയെടുത്താൽ മാത്രമേ നമുക്ക് ഒരു ഷിപ്പിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയായി. അപ്പോൾ ആ ഒരു ഷിപ്പ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ജീവിതം എന്താണെന്ന്, ജീവിതത്തിന്റെ യാതനകൾ എന്താണെന്ന്, അതുപോലെ തന്നെ മെഷീനറി എന്താണെന്ന്, നട്ടും ബോൾട്ടും വരെ ഒരു മെക്കാനിക്കൽ നാല് വർഷം കഴിഞ്ഞിട്ടും നട്ട് ഏത് ബോൾട്ട് ഏതെന്ന് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കാര്യം നമ്മൾ പഠിക്കുന്നത് ഈ പറയുന്ന പോലെ ടെക്സ്റ്റ് ബുക്കുകളാണ് പഠിക്കുന്നത്. ആ ടെക്സ്റ്റ് ബുക്കിൽ നട്ടും ബോൾട്ടും ഉണ്ട്. പക്ഷെ അത് എന്താണ് സത്യം പറഞ്ഞാൽ നട്ടും ബോൾട്ടും ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ടില്ല. ഒരു 4 വർഷം പഠിച്ചിട്ടും അതിങ്ങനെ ടൈറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ച് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലായി ശരി ഇതാണ് റിയൽ എഞ്ചിനീയറിംഗ്. അങ്ങനെയാണ് തുടക്കം. അപ്പോ ഇങ്ങനെയുള്ള എന്റെ കുറെ എക്സ്പീരിയൻസസും ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻസ് പലതും നമ്മളെ നേരിട്ട് കാണാനും അനുഭവിക്കാനും ഒക്കെ സാധിച്ചതിൽ പിന്നെ ഞാൻ ഈ ഷിപ്പ് വിടാനൊരു വളരെ അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് കാരണമാണ് ഞാൻ ഷിപ്പ് വിടുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചീഫ് എഞ്ചിനീയർ വരെ ആകണം എന്ന് എനിക്ക് ബലമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സേവിങ്സ് എല്ലാം 50% ഓൾവേസ് ഐ യൂസ് ടു സേവ്. ഐ നെവർ യൂസ് ടു ഗീവ് അവേ മണി. ബാങ്കിൽ സിംഗപ്പൂരിൽ ഒരു ബാങ്കിലായിരുന്നു. സിംഗപ്പൂർ ഷിപ്പിംഗ് ആയതുകൊണ്ട് സിംഗപ്പൂരിൽ സ്റ്റാൻഡേർഡ് ചാർട്ടേഡിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കീപ്പ് ചെയ്യും. അപ്പൊ കീപ്പ് ചെയ്യുന്ന എല്ലാം സിംഗപ്പൂരിൽ എനിക്ക് ഐ വാണ്ട് ടു ഡു മൈ കോഴ്സ്. അങ്ങനെ അത് ആ 50% സം എടുത്താണ് ഞാൻ എന്റെ ടിക്കറ്റ്സ് എടുക്കുന്നത്. അപ്പൊ അന്നൊക്കെ ഈ എക്സാംസിൽ പറഞ്ഞ ടിക്കറ്റ്സ് എന്നാണ്. അപ്പൊ ചീഫ് എഞ്ചിനീയേഴ്സ് ടിക്കറ്റ് അവിടെ നിന്ന് 1 വർഷം അവിടെ നിന്ന് പഠിച്ച് പാസ്സായി കയറി ഫസ്റ്റ് ഷിപ്പ് ഞാൻ സെയിൽ ചെയ്ത് എനിക്ക് തോന്നുന്നു മേ ബി 1 month. ആ 1 monthൽ എവറിത്തിങ് എൻഡഡ്. അതാണ് ഈ പുസ്തകം വന്ന് നിൽക്കുന്നവരാണ്. അപ്പൊ ഒരു അബ്രപ്റ്റ് എൻഡിങ് ആണ്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ ഹാപ്പി എൻഡിങ്. സത്യം പറഞ്ഞാൽ എല്ലാ സിനിമയും അവസാനം എൻഡ് ചെയ്യുന്നത് ഹാപ്പി ആയിട്ടാണ് സാധാരണ നമ്മൾ കാണുന്നത്. പക്ഷെ ഈ ബുക്ക് എന്റെ ഒരു പുസ്തകം ഞാൻ എൻഡ് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ ഹാപ്പി എൻഡിങ്. ബട്ട് ഹാപ്പി എൻഡിങ് അല്ലെങ്കിലും it gave me a different perspective altogether in life. So I came out much more stronger. അങ്ങനെയാണ് ഞാനത് അവസാനിപ്പിക്കുന്നത്. കാര്യം പിന്നെ തിരിച്ചു വന്നപ്പോൾ അമ്മ വളരെ ഹാപ്പിയായിരുന്നു. അമ്മ വാസ് ദ റിയൽ പേഴ്സൺ ഹു റിയലി വാണ്ടഡ് മീ ബാക്ക് അറ്റ് ഹോം. അങ്ങനെയാണ് പിന്നെ ഞാൻ പുതിയൊരു കരിയർ സ്വീകരിച്ചു. പിന്നെ ആ യാത്ര കണ്ടിന്യൂ ചെയ്തു. അതിൽ നിന്നും എന്റെ അടുത്ത പുസ്തകവും ഇറ്റ് ഈസ് നോട്ട് എ ഹാപ്പി എൻഡിങ്. സോ എനിവേ ഞാൻ ഒരുപാട് കണ്ടിന്യൂ ചെയ്തില്ല. ഇറ്റ്സ് ബെറ്റർ ദാറ്റ് ഐ വൈൻഡ് അപ്പ് നൗ. സോ my next book is also about my story, my memoirs and my life. It's more touching than this one. കാര്യം ഇതിൽ കുറെ ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. കാര്യം ഞാൻ ഈ ടെക്നിക്കൽ പാർട്ട് അധികം ഇത് ചെയ്യാതെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ ഷിപ്പിംഗ് എന്നുള്ള ഒരു സൈഡ്. കാര്യം പ്രത്യേകിച്ച് ഇപ്പം വിഴിഞ്ഞം പോർട്ടൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് പേര് ഇപ്പോൾ ഷിപ്പിംഗ് എനിക്ക് ശശി തരൂർ ജിയെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായി.
ട്രിവാൻഡ്രം DC ബുക്സിൽ ഞാനൊരു ഈവന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ തരൂറായിരുന്നു അവിടുത്തെ ചീഫ് ഗസ്റ്റ്. തരൂരും ഉണ്ടായിരുന്നു, ഫ്രഞ്ച് അംബാസിഡർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി പുള്ളിയെ കണ്ടു. കാര്യം എനിക്ക് ഭയങ്കര ഒരു ആരാധനയുള്ള ഒരു വ്യക്തിയാണ്. കാര്യം 25ഓളം ബുക്ക് എഴുതി ഇത്രയും ഒരു പേഴ്സണാലിറ്റിയും ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇത്രയും കമാൻഡുള്ള ഒരു മറ്റൊരു വ്യക്തി ഒരു ലിറ്റററി ഫീൽഡിൽ നമുക്ക് വേറെ ഒരാളെ പറയാനില്ല. അപ്പം ഞാൻ പുള്ളിയെ കണ്ട് പുള്ളിക്ക് ഞാനൊരു ബുക്ക് സമ്മാനിച്ചു. പക്ഷെ എന്റെ ടു മൈ സർപ്രൈസ് ഹി വാസ് സച്ച് എ സിമ്പിൾ പേഴ്സൺ. ഐ വാസ് തിങ്കിങ് പുള്ളി വെൽ ട്രാവൽ മാൻ ഓഫ് ദ വേൾഡ് ഒക്കെ ആയതുകൊണ്ട് പുള്ളി നമ്മളെ മൈൻഡ് ചെയ്യില്ലെന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളി എന്നോട് ചോദിച്ചു, യു റോട്ട് ദിസ് ബുക്ക്? ഞാൻ പറഞ്ഞു യെസ്. ഇറ്റ്സ് വെരി നൈസ്, വെരി വെരി ഗുഡ്. അങ്ങനെ പുള്ളി ഉടനെ തന്നെ എന്നെ അഭിനന്ദിച്ചു. അത് കഴിഞ്ഞിട്ട് കാറിലോട്ട് കയറുന്ന വഴി DC ബുക്സ് ഇത്രയും ഒരു ബുക്ക് പ്രസന്റ് ആയിട്ടാണ് കൊടുത്തത്. പുള്ളിക്ക് അങ്ങനെയാണ് പ്രസന്റ് ചെയ്തത്. അപ്പൊ ഈ ബുക്കും കൊണ്ട് പുള്ളി അതോട് കയറിയപ്പോ ഞാൻ ഇതിന്റെ ഇടയിൽ പുള്ളിക്ക് കൊടുക്കാൻ മറന്നു. അപ്പം ഞാൻ ഓടിച്ചെന്ന് കാറിന്റെ ഇടയിൽ കൂടെ, അപ്പം എല്ലാ പോലീസുകാരും ഒക്കെ ഇങ്ങനെ നിൽക്കുക, പുള്ളി പ്രൊട്ടക്ട് ചെയ്തു. ഞാൻ ഇടയിൽ കൂടെ ചെന്ന് ഞാൻ ഇങ്ങനെ നീട്ടി അതിന്റെ ഇടയിൽ കൂടെ. അപ്പം തരൂർ എന്നെ കണ്ടു. അപ്പൊ ഇയാള് DC നോക്കിയിട്ട് DCയുടെ ഒരു 3-4 ബുക്ക് എടുത്തിട്ട് ഇതൊക്കെ എനിക്ക് ഐ ഗോട്ട് ഇറ്റ് അറ്റ് ഹോം എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. അപ്പൊ ഞാനിത് ഇങ്ങനെ നീട്ടിയപ്പോൾ പുള്ളി അതിങ്ങനെ പറഞ്ഞു, ആ ബുക്ക് തരും എന്ന് പറഞ്ഞു. സോ ഹി ബോട്ട് ഇറ്റ്. അപ്പൊ ദാറ്റ് വാസ് കൈൻഡ് ഓഫ് എ ഗ്രേറ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ്. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി എന്റെ ബുക്ക് വായിച്ചു കാണുകയും ഹി വാസ് ഗോയിങ് ടു ദ എയർപോർട്ട് സ്ട്രേറ്റ് ആൻഡ് ഗോയിങ് ടു ഡൽഹി. സോ ദാറ്റ് വാസ് വെരി ഗുഡ്. അപ്പൊ എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ everyone to come and appreciate writing my next book. As ആനന്ദവിൽപ്പനാൻ പറഞ്ഞതുപോലെ ഞാനതിന്റെ പണിപ്പുരയിലാണ്. അത് ഉടനെ തന്നെ അത് ഞാൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു. താങ്ക് യു മിസ്റ്റർ ബിജു. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു കാര്യത്തിൽ തീരെ യോജിക്കാത്ത ഒരു കാര്യമുണ്ട്. എല്ലാ കഥയുടെ എൻഡ് സാഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് എ ഹാപ്പി എൻഡിങ്. വാട്ട് യു സെഡ് ഇസ് നോട്ട് റൈറ്റ്. ബിക്കോസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ ഹാപ്പി എൻഡിങ് ദെൻ യു വുഡ് നോട്ട് ഡു ദിസ്. അപ്പം സാധാരണ നമ്മൾ പറയാറുണ്ട്, ഞാനിപ്പം എനിക്ക് എഴുതാൻ പറ്റില്ല, കുറെ നമുക്ക് നമ്മുടേതായ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ എനിക്ക് ചിലപ്പോൾ അത് വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നിങ്ങൾക്കത് സാധിച്ചിട്ടുണ്ടെങ്കിൽ it is that pain which gave you that those words. So even that pain is the best thing, I'm telling you. I'm sure all of you agree to this, isn't it? So it is not a sad ending. In fact, it is a blessing for us because we could read this. So we are so thankful to you that you നമ്മുടെ വേദനകൾ മനസ്സിൽ വെച്ചില്ല, നിങ്ങൾ അതൊരു ബുക്കായിട്ട് കൊണ്ടുവന്നു, so that we could learn from you. And we are very thankful to you, seriously. Now let me welcome നമ്മുടെ കൊളോസിൽ ഫാമിലിയിലെ ശ്രീകുമാർ അങ്കിളിനെ ഒന്ന് ക്ഷണിക്കട്ടെ. Because we are coming to the end of this event for the vote of thanks and also to express Uncle's words. വിശിഷ്ട അതിഥികൾക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കൊളോസൽ ഫാമിലി മെമ്പേഴ്സിനും ബിജുവിന്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എന്റെ നമസ്കാരം. വോട്ട് ഓഫ് താങ്ക്സ് ആണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം. പക്ഷെ അതിനു മുമ്പ് 2 വാക്ക് ഞാൻ ബിജുവിനെ പറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ്ട് 7 വർഷത്തെ ക്ലോസ് അസോസിയേഷനിലെ ബിജുവായിട്ട് ഞാൻ കാണുന്ന സമയത്ത് ബിജുവിന്റെ കോൺഫിഡൻസ് എല്ലാം പോയിരിക്കുന്ന ഒരു സമയത്താണ് കാണുന്നത്. പുള്ളി നേരത്തെ സംസാരിച്ചപ്പോൾ ഇമോഷണൽ ആയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു സെയിൽസ്മാൻ, മാർക്കറ്റിംഗ്, അവസാനം ഒരു എന്റർപ്രണർ ഫ്ലറിഷ് ചെയ്യുന്ന സമയത്താണ് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം വൈൻഡപ്പ് ചെയ്യേണ്ടി വന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു ബിജുവിന്. അതെല്ലാം കഴിഞ്ഞ് അതില് പുള്ളിയുടെ കോൺഫിഡൻസ് എല്ലാം പോയിരിക്കുന്ന സമയത്താണ് ഞങ്ങള് കണ്ടുമുട്ടുന്നത്. പിന്നെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ് അസോസിയേഷനിലെ മെമ്പറൊക്കെ ആയി അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പുള്ളിയിൽ ഒളിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായി തുടങ്ങി. പുള്ളി ഒരു നല്ല പാട്ടുകാരനാണ്, ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു അധികം. പാട്ടുകാരനാണ്, ഒരു ബ്ലോഗറാണ്, വ്ളോഗറാണ്. അപ്പോ ഇതെല്ലാം നിർത്തി ഒരു ആക്ടിവിറ്റി ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത്. നമ്മളെല്ലാവരും പുള്ളി എൻകറേജ് ചെയ്യാൻ അധികം ചെയ്യണം.
വെറുതെ ഇരിക്കരുത്, പാടണം, എഴുതണം, തുടങ്ങണം എന്നൊക്കെ പറയായിരുന്നു. എന്തായാലും ആ കോൺഫിഡൻസെല്ലാം തിരിച്ച് വീണ്ടും ബിജുവിനെ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതില് എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്, അതിൽ ഏറിയ പങ്കും ഡോക്ടർ ഭാസ്കരനെ കാണാനാണ് ബിജു കൊടുക്കുന്നത്. എപ്പോഴും സംസാരിക്കാറുണ്ട് എൻകറേജ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ബിജുവിന്റെ കോൺഫിഡൻസ് തിരിച്ചു വന്നതിലും ഈ എഴുതിയ പുസ്തകങ്ങൾ സർപ്രൈസ് ആണ്, എഴുതുന്നതായിട്ട് നമുക്ക് അറിയില്ലായിരുന്നു സത്യത്തില്. അപ്പോൾ ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങില് പങ്കെടുക്കാൻ സാധിച്ചതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ ബിജുവിന്റെ ഈ ക്ഷണം സ്വീകരിച്ച് തന്റെ ഔദ്യോഗിക തിരക്കിനിടയിലും എല്ലാം ഇവിടെ എത്തി ഈ പുസ്തക പ്രകാശനം നിർവഹിച്ച ശ്രീ അനന്തപത്മനാഭ സാറിന് ഞാൻ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ തന്റെ ജോലി തിരക്കിലൂടെ എത്തിയിട്ട് തെരഞ്ഞെടുപ്പിയ ഡോക്ടർ ഭാസ്കരൻ കാണാനും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്താണ്. പിന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിനും, ബിജുവിന്റെ സുഹൃത്ത് രാജു, മനോജ്, ഇവർക്ക് എല്ലാവർക്കും പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഭാവിയില് ബിജുവിന്റെ കുടുംബത്തിനും ബിജുവിനും എല്ലാ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും സർവേശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ സംസാരിക്കാനായിട്ടുള്ളൊരു ഇതിലല്ലായിരുന്നു, പക്ഷെ ബിജുവിന്റെ ഇമോഷണൽ ഫീൽ കണ്ടപ്പോഴേക്കും ഐ തോട്ട് ഐ ഷുഡ് പുട്ട് അപ്പ് ഫ്യൂ വേർഡ്സ്. ആദ്യം സദസ്സിലുള്ള എല്ലാവരും നമസ്കാരം, വേദിയിലുള്ള ക്ഷണിതാക്കൾക്ക് എല്ലാവർക്കും. പിന്നെ ബിജു ആയിട്ടുള്ള എന്റെ അസോസിയേഷൻ ഐ തിങ്ക് അറൌണ്ട് ഒരു 8 to 10 years ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ട്. പലപ്പോഴും നമ്മൾ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പോസ്റ്റ് ഒക്കെ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട്, ഈ വ്ളോഗർ പറഞ്ഞ പോലെ. അപ്പൊ പലപ്പോഴും ഞാൻ അതിനകത്തുള്ള ആ വേർഡ്സും ആ ഭാഷയുടെ പ്രയോഗവും വേർഡ്സിന്റെ ആ ഒരു വേർഡ്സിന്റെ അമ്മാനമടന്ന് കാണുമ്പോഴേക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബിജുവിന്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു സാഹിത്യകാരൻ ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ ഞാൻ ഒരിക്കൽ ഞാനത് ബിജുവിനെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ബിജുവിന് ഇങ്ങനെ ഒരു ബിജു എഴുതുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല ഒരിക്കൽ ബിജു എഴുത്തുകാരനാണോ? അല്ല എനിക്ക് എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ ഒരു ബുക്കൊന്നും എഴുതാറില്ല, പക്ഷെ ഐ തിങ്ക് എനിക്ക് എഴുതണം, എഴുതാല്ലേ ട്രൈ. നല്ലൊരു ഒരു ഇതുണ്ട് പുള്ളിക്ക്, ആ ഭാഷ ഉപയോഗിക്കാനും ആ വേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യാനും നല്ലൊരു കഴിവാണ് ലെറ്ററിൽ കാണുമ്പോഴേക്കും. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങ് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ബിജു പറഞ്ഞു ഞാൻ എഴുതാറുണ്ട്, ഞാൻ ഡോക്ടറെ ഞാൻ ഫോർവേഡ് ചെയ്യാം, എനിക്ക് എന്റെ അഡ്വൈസ് തരാം. ഞാൻ അഡ്വൈസ് തരാനായിട്ട് ഞാൻ വലിയ സാഹിത്യകാരനൊന്നും അല്ലല്ലോ, പക്ഷെ എന്നാലും ഞാനിപ്പോ എഴുതാൻ പോകുന്ന കുറച്ചൊരു മെഡിക്കൽ കാര്യങ്ങൾ കാണും അതിനകത്ത്, അതിനെ കുറിച്ചുള്ള. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും എന്റെ അഡ്വൈസ് ഡെഫിനറ്റ്ലി ഞാൻ തരാം. അപ്പൊ അങ്ങനെ പുള്ളി ഇങ്ങനെ സോഫ്റ്റ് കോപ്പി എനിക്ക് അയക്കുന്നുണ്ടായിരുന്നു, അതിന്റെ കുറച്ച് എഡിറ്റിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എല്ലാത്തിലും ബാക്കി എന്റെ ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു ഡൗട്ട് ഇല്ല, ബാക്കി എല്ലാത്തിലും ഒരു കറക്ഷനും ഇല്ലായിരുന്നു. ആ വേർഡ്സിന്റെ ഫോർമുലേഷനും റൈറ്റപ്പ് ഫാന്റാസ്റ്റിക് റൈറ്റപ്സ് ആയിരുന്നു എല്ലാത്തിലും. പിന്നെ ഹാപ്പി എൻഡിങ് എന്ന് പറയുന്നത്, ഹാപ്പി എൻഡിങ് എന്നൊരു ഫുൾ സ്റ്റോപ്പ് അല്ല ബിജു ഇട്ടിരിക്കുന്നത്, ഒരു 5-6 കുത്തുകളാണ് വരിയായിട്ട്. ദാറ്റ് മീൻസ് യു ആർ ഗോയിങ് ടു കണ്ടിന്യൂ, അല്ലേ? It's not a single dot, okay? So it is continuing, okay? So we are expecting more and more from you, okay? So സർവേശ്വരൻ അതിനുള്ള ഒരു ശക്തിയും ഭാവനയും ആയുസ്സും എല്ലാം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ബിജു ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് dates back more than 40 years. എന്റെ ഒരു വർഷം സീനിയറാണ് ബിജു. എന്റെയൊക്കെ ഒരു ചൈൽഡ്ഹുഡ് ഹീറോ വർഷിപ്പ് ലെവലിൽ ഉള്ള ഒരു ഇതിൽ തുടങ്ങിയ ഒരു ബന്ധമാണ്. ബിജു പ്രീ ഡിഗ്രി സമയത്ത് ബിജുവിനാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു ബൈക്ക് ഇൻ സുസുക്കി ബൈക്ക്. അപ്പം ആ ഇൻ സുസുക്കി ബൈക്കിൽ പിടിക്കാനുള്ള കൂടെ പോകാനുള്ള താല്പര്യത്തിൽ അങ്ങനെയാണ് ആ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. ദെൻ ആ ഇൻ സുസുക്കി നമ്മൾ പിന്നെ കഴുകി തുടച്ച് വൃത്തിയാക്കി ഒരു കസ്റ്റമറിനെ കണ്ട് വിറ്റ്. എന്തിനാണ്? അപ്ഗ്രേഡ് ചെയ്യാൻ RD350. ഞാൻ ഈ പറയുന്നത് ബിജു വാസ് സച്ച് എ ഫ്ലാംബോയന്റ് ക്യാരക്ടർ അറ്റ് ദ ടൈം. He was always positive. എല്ലാം തേർച്ച് നിൽക്കുന്ന സമയമാണ്.
ഞങ്ങളുടെയൊക്കെ ഒരു സംഭവമാണ്. അത് കഴിഞ്ഞ് ഈ വെന്റ് ടു എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോയി. ആദ്യം ആർട്സ് കോളേജിൽ ബിജു SFI ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. പിന്നെ അത് എഞ്ചിനീയറിംഗ് ചെന്നപ്പോഴത്തേക്ക് അവിടെ SFI ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അധികം ഷൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ RSSലോട്ട് മാറ്റി. അത് കഴിഞ്ഞ് എപ്പോഴും ബിജു പഠിക്കാൻ എന്ത് പോകൃതം കാണിച്ചാലും ബിജു മാർക്ക് മേടിക്കും. അത് ബിജുവിന്റെ ഒരു കവകയാണ്. ഏത് പരീക്ഷ എഴുതിയാലും മാർക്ക് കിട്ടും. അങ്ങനെ ബിജു എഞ്ചിനീയറിംഗ് നല്ല വലുത് മാർക്കോടുകൂടി പാസ്സായി. അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ ആദ്യമായിട്ട് ജോലി കിട്ടുന്ന ബിജു മർച്ചന്റ് നേവി. ഞങ്ങളൊന്നും കേട്ടിട്ട് പോലില്ല മർച്ചന്റ് നേവി. അപ്പൊ മർച്ചന്റ് നേവിയിൽ പോയി അവിടുന്ന് മർച്ചന്റ് നേവി തിരിച്ചു വന്നിട്ട് ഒരു കഥ പറഞ്ഞു. അതിലൊരു ചെറിയൊരു കഥ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ചെയ്യുന്നത്. ദൈവവിശ്വാസം ഇല്ലെങ്കിൽ മർച്ചന്റ് നേവി പോയാൽ അപ്പം ദൈവവിശ്വാസം വരും. അതെന്താണ് അങ്ങനെ? അത് when the sea gets violent, that is when ഈ സ്റ്റോമി സീസില് ബിജു പറഞ്ഞ കഥയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഭയങ്കര കൗതുകത്തോടെയാണ് കേൾക്കുന്നത്. ചുറ്റി ഇരുന്ന് ഇങ്ങനെ കേൾക്കുകയാണ്. ഷിപ്പ് ഇങ്ങനെ വാങ്ങു അലയും. അപ്പം ഈ മർച്ചന്റ് ഷിപ്പില് ഒരു അറ്റത്താണ് ഒരു ഡെക്കുള്ളത്, ബാക്കി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കിടക്കുന്ന സാധനം. അപ്പൊ നമ്മൾ ഈ കഥയൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ്. ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഉള്ളിൽ ഈ കോർണറിൽ നമ്മുടെ സ്റ്റേയും ബാക്കിയുള്ള എല്ലാം ഈ ഒരു ഒറ്റ അറ്റത്താണ്. അപ്പം വലിയ തിരമാലകൾ വരുമ്പോഴത്തേക്ക് യു ഹാവ് ടു ഹിറ്റ് ഇറ്റ് ഹെഡ് ഓൺ. ഇങ്ങനെ ഹെഡ് ഓൺ ഹിറ്റ് ചെയ്യണം. അതായത് ബിജു പറയുന്ന കഥകളാണ് ഇതിൽ. ഹെഡ് ഓൺ ഹിറ്റ് ചെയ്യുമ്പോൾ അത് ഷിപ്പ് ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങും. ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങിയിട്ട് തിരിച്ചു വന്ന് താഴെ അടിക്കും. താഴെ അടിക്കുമ്പം അതിങ്ങനെ താഴോട്ട് പോകും. ഫ്രണ്ട് താഴെ, ഈ താഴെ വെള്ളത്തിന്റെ അടി ചിലപ്പം അത്രയ്ക്ക് വലിയ തിരമാലയായിരിക്കും. ഈ ആ താഴെ പോയിരിക്കുന്ന സമയത്ത് ആരായാലും ദൈവത്തെ വിളിച്ചു. ഇത് പൊങ്ങി വരുമോ ഇല്ലേ അറിഞ്ഞൂടാ. അങ്ങനെ അത് കഴിഞ്ഞ് മർച്ചന്റ് നേവി വിട്ടു. ഈവൻ ടു ദുബായ്. അവിടെ പോയി പല വെന്റ് ടു ഡിഫറെന്റ് പ്ലേസസ് ഇൻ ലൈഫ്. അത് ഞാൻ അടുത്ത കഥയായിട്ട് വരും തോന്നുന്നു, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ബുക്ക് എഴുതി ബ്ലോഗിങ്ങും ഇതുമെല്ലാം ഫ്രം ദ സ്റ്റാർട്ട് ആൻഡ് ടു ദ ഫിനിഷ് എനിക്ക് ചെറിയ പാർട്ടാണെങ്കിലും പ്ലേ ചെയ്യാൻ പറ്റി. ആൻഡ് ഐ കുഡ് പ്രിന്റ് ദ ബുക്ക്, ഐ കുഡ് ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അതെല്ലാം ഒരു പ്രിവിലേജാണ്. ഇനിയും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ബന്ധങ്ങളും എല്ലാം കണ്ടിന്യൂ ചെയ്യുന്ന വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ബിജു ഫോർ യുവർ wonderful start your new career. It goes on. തിരമാലകൾ ആഞ്ഞടിക്കട്ടെ, ടൈഡൽ വേവ് ഒരുങ്ങി നല്ല നല്ല ബുക്കുകളായിട്ട് കാത്തിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മൾ ആരും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ബിഹൈൻഡ് എവ്രി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൻ. അപ്പൊ നമ്മൾ സുചിത്രനെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഐ തിങ്ക് വി ഷുഡ് ഓൾസോ ഹിയർ ഫ്രം ഹർ 2 words. Come on Suchi. I think you should do it. Yes. I think we can clap for her because she's ഇവിടെ ആർക്കെങ്കിലും ഓഥറിനോട് എന്തെങ്കിലും ചോദിക്കാനോ, anything that you want to have an interaction with the author or also to our chief guest? Anybody want to ask any questions about the book or about maybe or the last part? Here. നമ്മളിപ്പം ബുക്ക് സെയിലിന് വെക്കുന്നുണ്ട്. സോ ഇഫ് എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ് you can please approach Kripa also, and please you can give your name and payment can be done through her. Thank you so much.
എന്തുകൊണ്ട് ഇത് ബുക്കായിട്ട് എഴുതുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാനേ അറിയില്ല, പക്ഷെ ബുക്കായിട്ട് എഴുതുന്ന സമയത്ത് നമുക്കിതെല്ലാം ഇരുന്ന് സൗകര്യം പോലെ ആലോചിച്ച് എഴുതാവുന്ന കാര്യമാണ്. ഇത് കുറച്ചുകൂടെ ഹാർഷിപ്പ് എല്ലാം അതിൽ പ്രതിപാദിക്കായിരുന്നു. കാര്യം നമുക്കിപ്പോ എല്ലാ കാര്യവും നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലിമിറ്റ് ടു 10 ചാപ്റ്റേഴ്സ്. കാര്യം ആളുകൾക്ക് റീഡേഴ്സിനും ഇൻട്രസ്റ്റ് ഉണ്ടാവണം. നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നെഴുതാനും പാടില്ല. കാര്യം എന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇനിയുള്ള പുതിയ തലമുറയിലുള്ളവർക്ക് മർച്ചന്റ് നേവിക്ക് പോകുന്നതിന് ഇപ്പൊ ഇവിടെ ഓഡിയൻസിൽ ഒരാളുണ്ട്, വിത്തൗട്ട് നെയിമിംഗ് നെയിം, ഹിസ് സൺ വാണ്ടഡ് ടു ഗോ ടു മർച്ചന്റ് നേവി. സോ പുള്ളി എന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു, ബിജു, ഒരുപാട് പേര് മിക്സ്ഡ് റിയാക്ഷൻസ് ആണ് പറയുന്നത്. അവരുടെ പ്രൊഫസേഴ്സ് തന്നെ ഡിസ്കറേജ് ചെയ്യണം. He went for the first week he went to the college in CUSAT. ബട്ട് അവിടെയുള്ള പ്രൊഫസേഴ്സ് തന്നെ പറയുന്നു, ഡു യു റിയലി വാണ്ട് ടു കണ്ടിന്യൂ? നിങ്ങൾ റിയലി നിങ്ങൾക്ക് വേറെ കോഴ്സിലൊക്കെ പൊക്കൂടെ, നല്ല കോളേജിലൊക്കെ പൊക്കൂടെ, എന്തിനാണ് ഇതിൽ വരുന്നത്? അപ്പൊ അവരുടെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അതൊരു പേടിപ്പെടുത്തൽ. എന്തിനാണെന്ന് പറഞ്ഞാൽ അത് ഒരു പോസിറ്റീവ് പേടിപ്പെടുത്തലാണ്. എന്ന് വെച്ചാൽ ഇവിടെ വരുന്നവൻ ജോലി ചെയ്യാനും ചോര നീരാക്കാനും ചാകാനും തയ്യാറുള്ളവൻ മതി, അല്ലാത്തവൻ കടലിൽ പോണ്ട. ഇപ്പൊ നമുക്കറിയാം മുക്കുവന്മാര് അല്ലെങ്കിൽ അരയന്മാര് എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് മീൻ പിടിച്ചു വരുന്നത്. നമ്മളിപ്പോൾ പ്രളയകാലത്ത് നമുക്ക് മനസ്സിലായില്ലേ അവരുടെ ആ ഒരു ഇച്ഛാശക്തി. അവിടെ ഉള്ളവര് മലയോര പ്രദേശത്ത് പോയി ആളുകളെ സേവ് ചെയ്യാൻ പോയ ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇൻലാൻഡോ ഔട്ട്ലാൻഡോ ഒന്നും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് ജീവിതം നാളെ മരിക്കാനും തയ്യാറാണ്. ഇപ്പോഴും പൂന്തുറയിലും വിഴിഞ്ഞത്തും കടലിൽ പോകുന്ന ആളുകളുടെ മനക്കെട്ടി എന്ന് പറയുന്നത് അതുപോലുള്ള ആളുകളെയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന ലുല്ലു പഞ്ചു ആയിട്ടുള്ള ആളുകൾ കടലിൽ പോയി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷിപ്പിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, 1 മാസത്തിൽ കരഞ്ഞ് വീട്ടിൽ പോയ ആളുകളാണ് എന്റെ കൂടെയുള്ള പല ആളുകൾ. പക്ഷെ ഞാനത് എഴുതി കഴിഞ്ഞാൽ നാളെ ഈ ഫീൽഡിലോട്ട് ആളുകൾ വരത്തില്ല. കാര്യം നമുക്കറിയാം കുട്ടികളെല്ലാം ഇപ്പൊ പാമ്പേർഡാണ്. കുട്ടികൾ പണ്ടൊക്കെ നമുക്ക് പറയുമ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ആദ്യ SFIയിലോട്ട് പോയി, വിനോദ് പറഞ്ഞ പോലെ. കാര്യം എന്താണ്, ആ ചോരത്തിളപ്പും ചോരയുടെ ബ്ലഡ് സ്റ്റെയിൻസും എവരിവെയർ ഇറ്റ്സ് ബ്ലഡ്. സോ യു ആർ വെരി പാഷനേറ്റ് അബൌട്ട് ജോയിനിങ് സച്ച് ആൻ ഓർഗനൈസേഷൻ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായി സംഭവം തല്ലുള്ളൂ, അല്ലെ ആളും അല്ലെങ്കിൽ എന്തെങ്കിലും കൂടെ കൊണ്ടു കിടക്കണം. എവിടെ പോയാലും കയ്യിലൊരു കത്തിയോ ഉറുവടിയോ ഇല്ലാതെ ഒരിടത്തും പോകാൻ പറ്റില്ല. അപ്പൊ പിന്നെ അത് മതിയാക്കി. അപ്പോ അങ്ങനെ ഉള്ള ആളുകളെ നമുക്ക് വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പേടിപ്പെടുത്തലുകൾ കുറച്ചിട്ട് ഇതിന്റെ രസകരമായ ഇറ്റ്സ് ആൻ ഈവൻ മിക്സ് ഓഫ് ഗുഡ് തിങ്സ് ആൻഡ് ബാഡ് തിങ്സ് അതായിരുന്നു. പിന്നെ നമുക്ക് എഴുതാം, കാര്യം ഇതിനൊരു ഖണ്ഡകാവ്യം പോലെ എഴുതാം. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും എഴുതാം. കാര്യം അത്രമാത്രം എക്സ്പീരിയൻസസ് നമുക്ക് ഒരു ഷിപ്പിലുണ്ടാവും. ഈവൻ എവറി ഡേ യു വിൽ ഹാവ്. ഇപ്പൊ നമ്മളൊരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്നും ഒരു ബോസിനെ കാണുന്നു. അവിടെ തന്നെ ബോസ് ഈസ് എവർ ചേഞ്ച്. ഇന്നത്തെ ഒരു ഷിപ്പിൽ തന്നെ എനിക്ക് 3 ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. ഒരു ഒറ്റ ഷിപ്പിൽ 3 മാസം കഴിഞ്ഞ് ചീഫ് എഞ്ചിനീയേഴ്സ് ചേഞ്ച് വെരി ഫാസ്റ്റ്. അവർക്ക് 3 months അസൈൻമെന്റ് ആണ്. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ 6 months ആണ്. ചിലപ്പം സംടൈംസ് ഐ ഹാവ് ഇൻ എ ഷിപ്പ്, in my first ship which was a very bad ship, I had to sail for 7 months. ഇതിൽ പറയുന്നുണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. We cannot go resign and go. You can resign and go, but you cannot go for vacation. That is you have to get the permission from the chief engineer and the second engineer. Then company agree ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ അതൊരു വലിയൊരു നോവലായി മാറും. ഒരുപക്ഷെ അത് many people have asked this question. Okay, thank you. ബിജു ഒരു പോയിന്റ് കൂടെ ഞാൻ പറയുന്നത്, ബിജു നമ്മൾ ഈ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞ പോലെ ഈ ഓർമ്മക്കുറിപ്പുകളിൽ നമ്മൾ ഒത്തിരി റിയാലിറ്റി കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞാൽ വായിക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് ബോറായിരിക്കും. പിന്നെ ബിജുവിന്റെ ഇതൊരു തുടക്കം മാത്രമേ ഉള്ളൂ. വി ആർ ഗോയിങ് ടു എക്സ്പെക്ട് മോർ ഫ്രം ഹിം. നമ്മൾ ഈ ഒരു ഡോക്ടർ AJ ബ്രോണിന്റെ ഒരു ബുക്ക് ഉണ്ട്, ടേണിംഗ് പോയിന്റ് ഓഫ് മൈ കരിയർ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു ഭയങ്കര ഒരു ഫാന്റാസ്റ്റിക് ആണ്. ഈസ് എ ഫിസിഷ്യൻ ടേൺഡ് എ ഫേമസ് റൈറ്റർ. സോ അതുപോലെ നമ്മളെ ബിജുവിന്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോവാ. ഗോയിങ് ടു ബി എ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ് ആൻഡ് ഇൻ യുവർ കരിയർ ഓൾസോ. ഓൾ ദി ബെസ്റ്റ്. Thank you everybody, and let's have our dinner and also the books you can buy simultaneously. നമുക്ക് ഒരു ചെറിയൊരു മ്യൂസിക്കൽ ഇവന്റും കൂടെ ഉണ്ട്. So let's have everything together. Thank you so much.
കാരണം കുറച്ച് ഡിലേ വന്നു. ആദ്യ ഗാനം ഞാൻ തന്നെ പാടാൻ തീരുമാനിച്ചു. ഡോക്ടർ കേട്ടിട്ടേ പോകത്തുള്ളൂ അല്ലേ? ഡോക്ടറാണ് പറഞ്ഞത് ഞാനൊരു ഗായകനാണെന്നാലോ പറഞ്ഞത്. അങ്കിളാണോ? ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാക്കൻ മൺവിളക്കൂതിയില്ലേ, കോഴിവക്കാവിന്റെ മുറ്റത്തെ മല്ല ഓരത്തെക്കുമുണ്ടേ, This song is for you. പിന്നിളികൾ ആരും പിടിച്ചില്ല, കാണാൻ കണ്ണീരും കാവലിൻ നൂലിഴ ആരും തുടച്ചില്ല, പിന്നിളി കൊണ്ട് ആരും പിടിച്ചില്ല, കാണാൻ കണ്ണീരും കാവലിൻ നൂലിഴ ആരും തുടച്ചില്ല, ചന്ദന പൊഞ്ചിതയിൽ എന്റെ അച്ഛനെയും കൊന്നു, മച്ചടക്കാരോ തേങ്ങിപ്പറക്കുന്ന അമ്പലപ്പാവുകളും അമ്പലപ്പാവുകളും ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാക്കൻ മൺവിളക്കൂതിയില്ലേ, കോഴിക്കാവിന്റെ മുറ്റത്തെ മുല്ലമോകത്തെ ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകളാക്കി തുറന്നു, കുഞ്ഞിക്കാരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു, ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകളാക്കി തുറന്നു തന്നു, കുഞ്ഞിക്കാരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു, ജീവിതപാതകളിൽ ഇനി എന്നിനി കാണുന്ന മറ്റൊരു ജന്മം കൂടി
വരുന്നുണ്ട്. രമ്യ ഒരു അടിപൊളി സിംഗറാണ് കേട്ടോ. ഗുഡ് ഈവനിങ്. ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് ഒരു പുസ്തക പ്രകാശന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പൊതുവെ എനിക്ക് ഒരു റീഡിംഗ് ശീലം ഇല്ലാത്ത ആളാണ് ഞാൻ. അപ്പോൾ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടുള്ള വലിയ അറിവുകളൊന്നുമില്ല. എന്തായാലും ഞാൻ ബിജുവിന്റെ ഈ ബുക്ക്, ബിജു ഞാൻ എന്തായാലും നിങ്ങളുടെ ബുക്ക് ഞാൻ വായിക്കും, ഉറപ്പായിട്ടും. ഞാൻ വായിച്ചിട്ടില്ല ഇതായിരിക്കും. അപ്പോ ഈ ഒരു അവസരം ഞാനത് പറയാനും കൂടെ ഉപയോഗപ്പെടുത്താണ് പാട്ട് പാടുന്നതിന് മുമ്പായിട്ട്. ഓക്കെ, ഹലോ.
गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना। चलते चलते मेरे ये गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना। रोते हंसते बस यूं ही तुम मुस्कुराते रहना, कभी अलविदा ना कहना, कभी अलविदा ना कहना। हम तुम कहीं खो जाएंगे इन्हीं पहाड़ों के आंचल में तक के सो जाएंगे। प्यार करते करते हम तुम कहीं खो जाएंगे इन्हीं पहाड़ों के आंचल में तक के सो जाएंगे। सपनों को फिर भी तुम यूं ही सजाते रहना, कभी अलविदा ना कहना, कभी अलविदा ना कहना। चलते चलते मेरे ये गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना। कहीं हम मगर और सुनी सी लगे तुम्हें जीवन की ये डगर, बीच न हमें दिल भर बिछड़ जाए कहीं हम मगर और सुनी सी लगे तुम्हें जीवन की ये डगर। हम लौट आएंगे तुम बुलाते रहना, कभी अलविदा ना कहना, कभी अलविदा ना कहना। चलते चलते मेरे ये गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना। रोते हंसते बस यूं ही तुम गुनगुनाते रहना, कभी अलविदा ना कहना, कभी अलविदा ना कहना। चलते चलते मेरे गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना। Thank you.
ഇന്ദുലേഖ കൺതുറന്നു രാവും സാധനമായി ഇന്ദുലേഖ കൺതുറന്നു രാവും സാധനമായി ഇന്ദ്രജാലം നെയ്യുണർത്തി വന്നതേ ഇന്ദുലേഖ കൺതുറന്നു സാധനമായി എവിടെ സ്വർഗ കന്യകൾ എവിടെ സ്വർണ്ണ ചാമരങ്ങൾ എവിടെ സ്വർഗ കന്യകൾ എവിടെ സ്വർണ്ണ ചാമരങ്ങൾ ആയിരം ജ്വാലാമുഖങ്ങളായി ഇന്ദുലേഖ കൺതുറന്നു സാധനമായി ആരുടെ മായ മോഹമാ ആരുടെ രാഗഭാവമാ ആരുടെ മായ മോഹമാ ആരുടെ ഭാവരാഗമാ ആയിരം മുഖങ്ങളായി ഇന്ദുലേഖ കൺതുറന്നു സാന്ദ്രമായി ഇന്ദ്രജാലം നെല്ലിയുണർത്തി ഇന്ദുലേഖ കൺതുറന്നു